മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്താണ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നമ്മൾ മാർക്കറ്റിൽ പോകാൻ വരാം, ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റ് വിസിറ്റ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ. മാർക്കറ്റ് എന്ന് പറഞ്ഞ ടേം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മാർക്കറ്റിസ് എന്നാണ്. വിച്ച് മീൻസ് മെർക്കൻഡൈസ്, വാർ അല്ലെങ്കിൽ ട്രേഡ്, വ്യാപാരമാണ് ബേസിക്കലി മാർക്കറ്റിംഗിൽ നടക്കുന്ന പരിപാടി. ടേം മാർക്കറ്റ് പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ട്രഡീഷണലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പ്രോഡക്ട്സുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടായിരുന്നു. ലൈക്ക് ചാല മാർക്കറ്റ്, ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ ചാല മാർക്കറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കൊച്ചിയിലാണെങ്കിൽ നമുക്ക് ബ്രോഡ്വേ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട്. സോ പലതരത്തിലുള്ള ടേംസ്, പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ പ്രോഡക്റ്റ് കിട്ടുന്ന മാർക്കറ്റ്. കോട്ടൺ മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ്. ആ പ്രോഡക്റ്റ് ആയിരിക്കും അവിടെ സെല് ചെയ്യുന്നതും അവിടെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതും. രണ്ടാമത്തെ ടൈപ്പാണ് ജിയോഗ്രഫിക്കൽ മാർക്കറ്റ്. അതായത് നമുക്കൊരു ഏരിയ വെച്ചിട്ട് നമ്മൾ പറയുന്ന മാർക്കറ്റ്. ഇപ്പൊ ലോക്കൽ മാർക്കറ്റ്, നാഷണൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയും. പിന്നെ ബയേഴ്സിന്റെ ബേസിസിലുള്ള ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് ബയേഴ്സ്, അത് കൺസ്യൂമർ മാർക്കറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ മാർക്കറ്റ് അങ്ങനെ. പിന്നെ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, എത്രത്തോളം ഗുഡ്സ് ആണ് കൊടുക്കുന്നതനുസരിച്ച്. ഇപ്പൊ ഹോൾസെയിൽ മാർക്കറ്റ്, റീറ്റെയിൽ മാർക്കറ്റ് അങ്ങനെ. എന്താണ് മാർക്കറ്റിംഗ്? Marketing is concerned with the people and activities involved in the flow of goods and services from the producers to the consumer. വെരി ഫേമസ് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷന്റെ ഒരു ഡെഫിനിഷൻ ആണ് മാർക്കറ്റിങ്ങിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഡെഫിനിഷൻ അറിഞ്ഞു വെക്കുക. അപ്പൊ മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ പീപ്പിൾ ആൻഡ് ദ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. മോഡേൺ സെൻസിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? മോഡേൺ സെൻസിൽ മാർക്കറ്റിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് whereby people exchange goods and services for something of value to them. മോഡേൺ രീതിയിൽ വരുമ്പം ഇതൊരു സോഷ്യൽ, ഒരു സാമൂഹികപരമായിട്ട് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഈസ് എ ഹ്യൂമൻ ആക്ടിവിറ്റി ഡയറക്റ്റഡ് അറ്റ് സാറ്റിസ്ഫൈങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ത്രൂ എക്സ്ചേഞ്ച് പ്രോസസ്. പല സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത്, പണം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് പല രീതിയിൽ നമ്മുടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് മാർക്കറ്റിംഗിൽ നടക്കുന്നത്. മാർക്കറ്റിംഗ് എയിംസ് അറ്റ് പ്രോഫിറ്റ് ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് സാറ്റിസ്ഫൈങ് ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. Thus, the basic goals of marketing എന്താണ്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ നീഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്. എപ്പോഴും നിങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് എഴുതുമ്പോൾ മെൻഷൻ ചെയ്ത് പോകേണ്ട ഒരു പോയിന്റ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? കസ്റ്റമേഴ്സിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. അവർക്ക് ആ രീതിയിൽ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക? റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് മാർക്കറ്റിംഗ്. ഇനി എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഫീച്ചേഴ്സ് ആണ് needs and wants. The process of marketing helps individuals and groups in obtaining what they need and want. ഓരോ ആളുകളും ഓരോ ഗ്രൂപ്പും എന്താണോ വേണ്ടത് അത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സ്ഥലമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഇത് കസ്റ്റമേഴ്സിന്റെ നീഡ്സും ഓരോ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും തമ്മിലുള്ള ഒരു കമ്പൈൻ ആക്ടിവിറ്റിയാണ്. നമ്മളൊരു സാധനമായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടെ സെല്ല് ചെയ്യുന്നത് ആ പ്രൊഡക്റ്റ് ആയിരിക്കത്തില്ലേ. അപ്പൊ അത് സെല്ല് ചെയ്യുന്നതിലൂടെ അവരുടെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യത്തില്ലേ. ത്രൂ ദാറ്റ് വേ a marketer's job in the organization is to identify needs of the target customers and develop products and services that satisfy such needs. മാർക്കറ്റേഴ്സ് ജോബ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവരുടെ ടാർഗറ്റിലുള്ള കസ്റ്റമേഴ്സിന് അനുസരിച്ചുള്ള പ്രോഡക്ട്സും സർവീസസും ഡെവലപ്പ് ചെയ്യുക, അതുവഴി അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ക്രിയേറ്റിംഗ് മാർക്കറ്റ് ഓഫറിംഗ്. മാർക്കറ്റിംഗ് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓഫർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഓഫറിംഗ്, കംപ്ലീറ്റ് ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് offers should include features like size, quality, taste, etc. It should state its price and availability through that way.
Good market offer is one developed after carefully analyzing the needs and preference of potential buyers. നമ്മുടെ ബയേഴ്സ് ആവാൻ വേണ്ടി സാധ്യതയുള്ള ആളുകളുടെ കണ്ടെത്തി അവരെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടായിരിക്കും ഒരു നല്ല മാർക്കറ്റ് പ്രോഡക്റ്റുകൾ ഓഫർ ചെയ്യുന്നത്. പിന്നെയുള്ളൊരു ഫീച്ചറാണ് കസ്റ്റമർ വാല്യൂ എന്ന് പറയുന്നത്. Buyers take buying decision based on their perceptions about the value of products and services is satisfying their need. ഓരോ വാങ്ങിക്കുന്ന ആളുകളും അവരുടെ പ്രോഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ ഒരു പെർസെപ്ഷൻ കാണും. എങ്ങനെ ആയിരിക്കണം ഈ പ്രോഡക്റ്റ് കിട്ടേണ്ടത്, എത്രത്തോളം ആയിരിക്കണം ഈ പ്രോഡക്റ്റിന് വാല്യൂ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ മൈൻഡിൽ അത് സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. സോ ഓരോ കോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ്. The job of a marketer therefore is to add to the value of the products so that the customer prefer it in relation to the competing products and decides to purchase it. കൃത്യമായിട്ട് ഒരു മാർക്കറ്ററിന്റെ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക, കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് മനസ്സിലാക്കുക, അതുവഴി അവരുടെ കോമ്പറ്റീഷനിലുള്ള പ്രോഡക്ട്സ് വെച്ച് ഞാൻ അതിൽ നന്നായിട്ട് ഇത് ചെയ്യണം, ഞാൻ ഇവിടെ കുറച്ച് കോസ്റ്റ് കുറച്ച് ചെയ്താൽ എനിക്ക് നന്നായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കസ്റ്റമേഴ്സിന് എപ്പോഴും വാല്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഓരോ മാർക്കറ്റിംഗ് നടക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് എക്സ്ചേഞ്ച് മെക്കാനിസം. പ്രോസസ് ഓഫ് മാർക്കറ്റിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ് പ്രോഡക്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിങ്ങിന്റെ എസെൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. The goods are produced at different places, distributed through middlemen at different places. ശരിക്കും ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത് പല സ്ഥലത്താണ്, അവിടെ നിന്ന് മിഡിൽ മാൻസിൽ കൂടെ പല സ്ഥലത്തേക്കാണ് അത് വിറ്റ് പോകുന്നത്. So exchange take place with some conditions that satisfied. രണ്ട് പാർട്ടീസ് ഉണ്ടെങ്കിലേ, ഒരു ബയറും സെല്ലറും ഉണ്ടെങ്കിലേ അവിടെ എക്സ്ചേഞ്ച് നടക്കത്തുള്ളൂ. Each party should be capable of offering something value to the offer. ഓരോ പാർട്ടിയും ഈ ഓഫർ നടത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പൊ ബയർ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പണം കൊടുക്കണം, സെല്ലർ ആണെങ്കിൽ ആ പണം റിസീവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് കൊടുക്കണം. മനസ്സിലായില്ലേ? Each party should be capable of offering something of value to the offer. For example, seller offer a product and the buyer gives money. Okay. Then each party is capable of communication and delivery. കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാനും അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിച്ചിരിക്കണം. Each party should have freedom to accept or reject other parties' offer. അവർക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. കൃത്യമായിട്ട് എക്സ്ചേഞ്ച് നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവർക്ക് ഒരാൾക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്കത് ലീവ് ചെയ്യാം. Each party should be willing to enter into the transaction with each others. രണ്ട് പാർട്ടീസിനെയും കംപ്ലീറ്റ് വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ നടക്കത്തുള്ളൂ. ഇനി എന്താ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്? വാട്ട് ക്യാൻ ബി മാർക്കറ്റഡ്? എന്തും, ലൈക്ക് എനിത്തിങ് ഫോർ ദ വാല്യൂ ഓഫ് ദറ്റ്. എന്ത് സാധനവും, വാല്യൂ ഉള്ള എന്ത് സാധനവും നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, ഒരു മനുഷ്യന് കഴിവാവാം, ഒരു ഐഡിയ ആവാം, ഒരു ഇവന്റ് ആവാം, an organization experience or properties, whatever, etc. Then physical products, DVD players മോട്ടോർ സൈക്കിളും ഒക്കെ ഫിസിക്കൽ പ്രോഡക്ട്സ് ആണ്. ഇൻഷുറൻസും ഹെൽത്ത് കെയറും BPOയും ഒക്കെ സർവീസസ് ആണ്. ദെൻ ലഞ്ച് വിത്ത് സെലിബ്രിറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. അത് ചില ആളുകളുണ്ടല്ലേ, നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലക്കി ഡ്രോയിൽ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേമസ് ആക്ടർ ആയിട്ടുള്ള ശ്രീ മോഹൻലാലിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഡിന്നർ കിട്ടും, അല്ലെങ്കിൽ ഇന്ന ആക്ട്രസിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ എടുക്കാം, ഇങ്ങനെയൊക്കെ പറയുന്ന എക്സ്പീരിയൻസ്. പ്ലേസ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കേരള ടൂർ, ഓൾ കേരള ടൂർ തരാം, അല്ലെങ്കിൽ യു ക്യാൻ വിസിറ്റ് കുളു മണാലി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓഫർ തരും. അപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആരാണ് മാർക്കറ്റർ? ഹൂ ഇസ് എ മാർക്കറ്റർ? Marketer refers to any person who takes more active part in the process of exchange. ഈ എക്സ്ചേഞ്ച് പ്രോസസ്സിൽ ആരാണോ ആക്റ്റീവായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അദ്ദേഹത്തിനെയാണ് മാർക്കറ്റർ എന്ന് പറയുന്നത്. മാർക്കറ്റർ എന്ന് പറയുന്നത് മാനുഫാക്ചർ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് സെല് ചെയ്യുന്ന ആളാണ്. കസ്റ്റമേഴ്സിന് വേണ്ടി കൃത്യമായിട്ട് റിക്വയർമെന്റ്സ് കണ്ടെത്തിയെല്ലാം കൊടുക്കുന്ന ആളാണ്. ജനറലി സെല്ലറാണ് മാർക്കറ്ററായിട്ട് പറയുന്നത്. ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഇപ്പൊ KTDC, KSRTC ഇവരൊക്കെ എന്തിനാ അവരുടെ സർവീസസ് കൊടുക്കുന്നതാണ്. ബയർക്ക് വേണമെങ്കിൽ മാർക്കറ്റർ ആവാൻ പറ്റും, പക്ഷെ കോമൺലി ആരായിരിക്കും മാർക്കറ്റർ? കോമൺലി സെല്ലർ ആയിരിക്കും മാർക്കറ്റർ. സിറ്റുവേഷൻസ് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നത് ബയർ മേ ടേക്കിംഗ് എക്സ്ട്രാ എഫേർട്സ് ഇൻ പെർsuading seller to sell the product to him.
ശരിക്കും ചില ബയേഴ്സ് വന്നിട്ട് അവർക്ക് ഈ പ്രൊഡക്റ്റ് വേണം, അപ്പൊ സെല്ലർക്ക് അതിൽ അത്ര കുഴപ്പമില്ല നിൽക്കുകയാണെങ്കിൽ ബയർ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. മനസ്സിലായില്ലേ? Thus anybody who take more active role in exchange process will be taken as the marketer. Next one is marketing management. Marketing management is the management of marketing functions in an organization. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്ന അത് മാനേജ് ചെയ്യുന്നതിനാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ആയിരിക്കും? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് that to satisfy customers' needs. American Management Association വെച്ചിട്ട് മാർക്കറ്റിംഗ് മാനേജ്മെന്റും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും വായിച്ചു നോക്കാം. The process of planning and executing the conception, pricing, promotion and distribution of ideas, goods and services to create exchanges that satisfy individual and organizational goals. So that is what is called marketing management definition. Next, basic goal of marketing management എന്ന് പറയുന്നത് ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഗോൾസ് ആണ്. ഒന്ന്, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. മാർക്കറ്റിംഗ് ട്രൈസ് ടു ക്രിയേറ്റ് ഡിമാൻഡ് ത്രൂ വേരിയസ് മീൻസ്. ദ പ്രൊഡ്യൂസേഴ്സ് ഫസ്റ്റ് അസർടൈൻ വാട്ട് ദ കസ്റ്റമേഴ്സ് വാണ്ട് ആൻഡ് ദെൻ പ്രൊഡ്യൂസ് ഗുഡ്സ് അക്കോർഡിംഗ്ലി ടു ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുക, ഡിമാൻഡ് സെൻസ് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡ്യൂസേഴ്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ കസ്റ്റമേഴ്സിന് എന്താണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുക. ഇവരെന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവർ വാങ്ങിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡിമാൻഡുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം. Then customer satisfaction. Marketing always tries to find out customer needs and satisfy them. Modern marketing begins and ends with the needs of customers. Very, very important point. എല്ലാത്തിനും ഉപരിയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇന്ന് സാധനം വാങ്ങിക്കുന്ന ആളുകളുടെ മൈൻഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ മോഡേൺ മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കസ്റ്റമേഴ്സിനെ വെച്ചിട്ടാണ്. മാർക്കറ്റിംഗ് ഓൾവേസ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് സാറ്റിസ്ഫൈ ദം. Then market share. In order to face competition, every business concern tries to capture a reasonable share in the market. എല്ലാവരും കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ബിസിനസ്സും ഒരു പർട്ടിക്കുലർ ഷെയർ മാർക്കറ്റിൽ വാങ്ങിച്ചു വെക്കാറുണ്ട്, അത് ക്യാപ്ചർ ചെയ്ത് വെക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഗുഡ് വിൽ. മാർക്കറ്റിംഗ് ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, അത് നല്ല കസ്റ്റമേഴ്സിന് റീസണബിൾ പ്രൈസിൽ കൊടുക്കുക, അതുവഴി നല്ല ഒരു ഗുഡ് വിൽ, ഒരു ഗുഡ് ഇമേജ് ഫോർ ദ ബിസിനസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. Then improve standard of living. Marketing has the ability to integrate production and consumption. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പ്രൊഡക്ഷനും കൺസംഷനും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിംഗ് എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, അതാണ് ഓരോരുത്തരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുന്നത്. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുമ്പോൾ ആളുകൾ അത് യൂസ് ചെയ്യും, അതുവഴി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നല്ല രീതിയിൽ കൂടും. നെക്സ്റ്റ് ടേം ആണ് മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. രണ്ടും ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏകദേശം ഒരേ അർത്ഥം വരുന്ന കാര്യമാണ്, പക്ഷെ അവർ രണ്ടും ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ, ഒരു പൈസ വാങ്ങിച്ച് ആ പ്രോഡക്റ്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ ആ സർവീസ് കൊടുക്കുന്നു, പണത്തിന് എന്തെങ്കിലും വാല്യൂ ഉള്ള ഒരു സാധനത്തിനായിട്ട് ഒരു സാധനം എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്ന, കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ സെല്ലിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ മാർക്കറ്റിംഗിന്റെ സെല്ലിംഗിന്റെ ഡിഫറൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സിനെ നോക്കുന്നതാണ്. സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറിന്റെ നീഡ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് എപ്പോഴും ആക്ച്വൽ പ്രൊഡക്ഷന് മുമ്പായിട്ട് തുടങ്ങും, സെല്ലിംഗ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. മാർക്കറ്റിംഗ് കസ്റ്റമർ ഓറിയന്റഡ് ആയിരിക്കും, കസ്റ്റമറിനെ എപ്പോഴും കിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, സുപ്രീം ഇമ്പോർട്ടൻസ് കസ്റ്റമറിനായിരിക്കും. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ട് സെല്ലിംഗ് ചെയ്യുന്നതാണ്, പ്രൊഡക്റ്റ് ആണ് സുപ്രീം ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് സെല്ലിങ്ങിന്റെ സമയത്ത്. മാർക്കറ്റിംഗ് എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. സെല്ലിംഗ് എന്ന് പറയുന്നത് സെയിൽസ് കൂട്ടിക്കൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ മാർക്കറ്റിംഗിൽ പ്രിൻസിപ്പിൾ ഓഫ് കവേറ്റ് വെൻഡർ, അതായത് സെല്ലർ
ഇതിനെക്കുറിച്ച് beware ആയിട്ടിരിക്കണം എന്നുള്ളതാണ് ഫോളോ ചെയ്യപ്പെടുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കവേറ്റ് എംറ്റർ, അതായത് ബയർ beware ആയിട്ടിരിക്കണം എന്നുള്ളതാണ് സെല്ലിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. കുറച്ച് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഫിലോസഫീസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ കുറച്ച് കോൺസെപ്റ്റുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, കസ്റ്റമേഴ്സ് favor those products with low price and easily available. കസ്റ്റമേഴ്സ് വില കുറഞ്ഞ പ്രൊഡക്ട്സിന് ഫേവർ ആയിട്ട് നിൽക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. The advocates of production concept focus attention on lowering the cost of production. ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സിന്റെ പൈസ കുറച്ച് വിൽക്കുക by means of mass production and distribution techniques. ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ചുണ്ടാക്കി കോസ്റ്റ് ഓരോന്നിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് കുറച്ച് നല്ല ഡിസ്ട്രിബ്യൂഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബേസിക്കലി പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് ചീപ്പ് പ്രൊഡക്ട്സിനെയാണ്, എല്ലാവർക്കും വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് പ്രൊഡക്ട്സിന്. The concept will be successful only if demand exceeds supply. എപ്പോഴും നല്ല രീതിയിൽ സപ്ലൈക്കാട്ടിലും നല്ല ഡിമാൻഡ് കിട്ടുമ്പോൾ മാത്രമേ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾക്ക് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ചില മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കും, ഇപ്പം ഡൽഹിയിലൊക്കെ കുറേ മാർക്കറ്റുകളില്ലേ വില കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന ചീപ്പ് പ്രോഡക്ട്സ് കൊടുക്കുന്നത്, അവിടെ ഭയങ്കര വൈഡായിട്ട് ആൾക്കാർ ഡിമാൻഡ് ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ പ്രോഡക്ട്സ് കുറച്ച് പൈസ കുറച്ച് വിൽക്കാൻ പറ്റുന്നത്. സോ ലൈക്ക് ദാറ്റ്, ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. Product concept. Product concept believes quality of products. Advocates of this concept believe on quality of products. Next, product concept ആണ്. Product conceptൽ ജസ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. Advocates of this concept believe that consumers favor quality, performance, innovative features. അതായത് മാർക്കറ്റേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ ലിമിറ്റേഷൻസ് ഉള്ളത് കുറച്ച് പ്രൊഡക്ട്സിലെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇതിനകത്ത് പ്രൈസും പ്ലേസും പ്രൊമോഷനും ഒന്നും നമുക്കൊരു എലമെന്റ് ആയിട്ട് അധികം പ്രശ്നമായിട്ട് വന്നുകൂടാ. ബിക്കോസ് ഇവർ എന്തൊക്കെ സംഭവിച്ചാലും ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, അതാണ് പ്രൊഡക്റ്റ് കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ദെൻ സെല്ലിംഗ് കൺസെപ്റ്റ്. പ്രൊഡക്ഷനും പ്രൊഡക്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ സെല്ലിംഗ് കൺസെപ്റ്റ്. സെല്ലിംഗ് കൺസെപ്റ്റിൽ പ്രൊഡക്ഷൻ ടെക്നിക്സുകൾക്ക് അത്ര അറ്റൻഷൻ കൊടുക്കുന്നില്ല. ഇവർ ബിലീവ് ചെയ്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും പ്രൊഡക്റ്റ് ക്യാൻ ബി സോൾഡ് ഇൻ ദ മാർക്കറ്റ് ഓൺലി ത്രൂ എഫക്റ്റീവ് സെല്ലിംഗ് ടെക്നിക്സ്. ഏതെങ്കിലും സെല്ലിംഗ് ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് പ്രൊഡക്റ്റ് വിറ്റ് അഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. നല്ല പ്രൊമോഷണൽ ആക്ടിവിറ്റീസും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. ദിസ് കോൺസെപ്റ്റ് പ്രപ്പോസസ് that in order to make a customer buy a product he needs to be convinced and attracted. ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് കസ്റ്റമേഴ്സ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ കൺവിൻസ്ഡ് ആയിരിക്കണം, അട്രാക്റ്റഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കൺസെപ്റ്റ് എംഫസൈസ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആൻഡ് മാക്സിമൈസിങ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. നല്ല കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, അവരുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമം കൂട്ടുക, അതാണ് മാർക്കറ്റിംഗ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ന്യൂ ആണ് ആൻഡ് ബിലീവ്സ് ദാറ്റ് കസ്റ്റമർ ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് ഡിസിഷൻ. എല്ലാ മാർക്കറ്റിംഗ് ഡിസിഷൻസിനെക്കാട്ടിലും മുകളിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സ് ആണ് വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ഐഡന്റിഫിക്കേഷൻ, അസസ്മെന്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കസ്റ്റമർ നീഡ്സ്. The advocates of this concept say that product is to be designed and produced with a view to satisfy customers. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകളും കൺസെപ്റ്റുകളും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പില്ലേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. എന്തൊക്കെയാണ് ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള മാർക്കറ്റും കസ്റ്റമേഴ്സിനെ കണ്ടെത്തുക, അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് മനസ്സിലാക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഡെവലപ്പ് ചെയ്യുക, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ, നമ്മുടെ കൂടെയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കാട്ടിലും അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, ഇതെല്ലാം പ്രോഫിറ്റിൽ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് സോഷ്യൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് കൺസെപ്റ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഹിയർ ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് വെൽ പ്രൊഡ്യൂസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഗുഡ്സ്
according to the needs of customers. Marketers should take into consideration of the society also. നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് മാർക്കറ്റേഴ്സ് അവരുടെ കണ്ണിൽ നിന്ന് ശരിക്കും സൊസൈറ്റിയുടെ ആസ്പെക്റ്റിലും കൂടെ ചിന്തിച്ചിട്ട് വേണം കൊടുക്കാൻ, മാർക്കറ്റിംഗ് ചെയ്യാൻ. അതായത് പ്രൊഡക്റ്റുകൾ കൊടുക്കുമ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കുക, ഹാംഫുൾ ആയിട്ട് ചെയ്യാതിരിക്കുക. Advocates of this concept believe that the organization which consider social and ethical issues can create public images. എപ്പോഴും നല്ല ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് കൂടെ വർക്ക് ചെയ്യുന്നതും നന്നായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് മാർക്കറ്റിംഗിന്റെ ഫങ്ഷൻസ് എന്നൊക്കെയാണ്. ഒന്ന്, ഗ്യാതറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റ് ഇൻഫർമേഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി മാർക്കറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് വെക്കുക. ദിസ് ഈസ് നെസസറി ടു ഐഡന്റിഫൈ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് പ്രോഡക്റ്റ് പ്ലാനിംഗ് ഡെവലപ്മെന്റ്സ്. കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ട ആവശ്യങ്ങളൊക്കെ കണ്ടെത്തി പ്രോഡക്റ്റുകളൊക്കെ പ്ലാൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇൻഫർമേഷൻസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം കസ്റ്റമേഴ്സ്, സെയിൽസ്മാൻ, ഡീലേഴ്സ്, പ്രസ് റിപ്പോർട്ട്സ് എക്സെട്ര. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഫർമേഷൻസ് കിട്ടുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നും സെയിൽസ്മാൻ്റെ അടുത്തുനിന്നും ഡീലേഴ്സിൻ്റെ അടുത്തുനിന്നും റിപ്പോർട്ട്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ ആയിരിക്കും. കമ്പ്യൂട്ടേഴ്സിന്റെ ഗ്രോത്ത് വന്നതോടുകൂടി നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. SWOT എന്ന് പറഞ്ഞ അനാലിസിസ് ഉണ്ട്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. ഈ അനാലിസിസ് ഒക്കെ ഇത്തരത്തിലുള്ള മാർക്കറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട് വളരെ നല്ലതാണ്. നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റ് പ്ലാനിങ്. മാർക്കറ്റിംഗ് അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്ലാനിങ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ദ മാർക്കറ്റർ ഹാസ് ടു develop a complete plan to cover various important aspects like plan of increasing level of production, promotion of products, introduction of new products, increasing demand, etc. ഓരോ മാർക്കറ്റ് സിറ്റുവേഷൻസിനും പഠിക്കുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്സും കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ചും ഒക്കെ പഠിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. സോ മാർക്കറ്റ് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ബിഗിൻ ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടേ വേണ്ട പ്രോഡക്റ്റുകളെ കുറിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നീഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഇപ്പോൾ ഇതിന് സൈസിനെ കുറിച്ചും ഡിസൈൻസിനെ കുറിച്ചും പേരും പ്രൈസും യൂസസ്, കളർ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പാക്കിംഗ് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കും അവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. Product planning and development have great relevance in marketing as it has direct impact on demand. Product planning and development വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ബിക്കോസ് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള പ്രോഡക്ട്സുകൾ കൊടുക്കുമ്പോഴായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രൊഡക്ട്സിന് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സൈസ്, ഡിസൈൻസിനെ കുറിച്ച് സർട്ടൺ സ്പെസിഫിക്കേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ രീതിയിലും ഒരു കൃത്യമായിട്ട് യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഓരോ പർച്ചേസ് ബൈ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ഓരോന്ന് എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ പ്രോപ്പറായിട്ട്. ഇപ്പോൾ ISI മാർക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ആക്ട് മാർക്ക് ഉള്ളതാണ്, ഇത് ISI മാർക്കുള്ള പ്രോഡക്റ്റ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആ സ്റ്റാൻഡർഡൈസേഷൻ കിട്ടിയിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയുമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് അർത്ഥം. സോ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒരു പാർട്ടാണ്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിനെ പല രീതിയിൽ പല ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും സൈസും ഒക്കെ അനുസരിച്ച്. ഓക്കെ, ഗുഡ്സ് ഒരു യൂണിഫോം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ഗുഡ്സിന് ഒരു തരത്തിൽ ഗ്രേഡ് ചെയ്യും. ഇപ്പോൾ ഗ്രേഡിംഗ് ഈസ് വെരി മച്ച് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്. മെയിനായിട്ട് ഫുഡ് ഗ്രെയിൻസ്, മാംഗോ, ആപ്പിൾ ഇതിനൊക്കെ ഗ്രേഡിംഗ് ആവശ്യമാണ്. ഗ്രേഡിംഗ് എപ്പോഴും ഗുഡ് പ്രൈസ് പ്രോഡക്ട്സിന് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ ആണ് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സ് പ്രോപ്പറായിട്ട് പാക്കേജ് ചെയ്ത് വിടുക, നല്ല റാപ്പർ കണ്ടെയ്നറിൽ പ്രോഡക്റ്റ് എൻക്ലോസ് ചെയ്ത് കൊടുക്കുക. പാക്കേജിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ ഗുഡ്സ് ഇൻ ദ പാക്കേജ് ഫോർ ദ പർപ്പസ് ഓഫ് ഈസി മാർക്കറ്റിംഗ്. പാക്കേജിംഗ് എപ്പോഴും ഗുഡ്സ് നല്ല സേഫായിട്ട് എത്തിക്കാനും നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ടെർമിനോളജിയാണ് പാക്കിംഗ്. Packaging is necessary to reduce spoilage, breakage, leakage in the product in times of storage and transportation. ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബ്രേക്കേജ് ഉണ്ടാവാതിരിക്കാൻ, ലീക്കേജ് ഉണ്ടാവാതിരിക്കാനൊക്കെ
പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷൻ്റെ ഒരു മെത്തേഡും കൂടെയാണ്. പാക്കേജിംഗ് കണ്ടെയ്ൻസ് ഒരു ലേബൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ ലേബല് പാക്കേജിങ്ങിന് മുകളിൽ കൊടുക്കുന്നതിനാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. ദിസ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദ ബയർ. ബയറിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും, എന്താണ് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, സൈസ്, പ്രൈസ് എന്നൊക്കെ. ഗുഡ് പാക്കേജ് ആക്ട് ആസ് എ സൈലന്റ് സെയിൽസ്മാൻ ഇൻ സെൽഫ് സർവീസ് സ്റ്റോഴ്സ് സച്ച് ആസ് സൂപ്പർ ബസാർ, സൂപ്പർ മാർക്കറ്റ്സ്. ഇവിടെയൊക്കെ കൃത്യമായിട്ട് പാക്കേജിംഗ് ആക്ടുകൾ നടത്താറുണ്ട് സെയിൽസ്മാൻമാർ. നെക്സ്റ്റ് വൺ ആണ് ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ നെയിം കൊടുക്കുക, സിമ്പൽ കൊടുക്കുക, ഡിസൈൻ കൊടുക്കുക, ഈ പ്രൊഡക്റ്റിനെല്ലാം കോമ്പിനേഷൻസ് ചെയ്യുക. ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ബ്രാൻഡിങ് ആണ്. ഇന്ന ബ്രാൻഡിലുള്ള പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾക്ക് ഒരു അഭിമാനമാണ് അല്ലേ. ഇപ്പൊ ചില ബ്രാൻഡഡ് ആണോ ഷർട്ട് എന്നൊക്കെ ചോദിക്കും. ബ്രാൻഡഡ് ഷൂസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരിക്കുമല്ലോ, വാച്ചുകൾ, ബ്രാൻഡഡ് വാച്ചുകളൊക്കെ. അങ്ങനെ ബ്രാൻഡ് നെയിം ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. Branding creates goodwill and it ensures repeat sales. Brand name plays an important role in the success of a product. Colgate, Titan, Amul, ഇതൊക്കെ എന്താണ് പോപ്പുലർ ബ്രാൻഡ്സ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ ഒരു കമ്പനി തന്നെ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സുകൾ കൊടുക്കുമ്പോൾ സിംഗിൾ ബ്രാൻഡ് നെയിമിൽ കൊടുക്കാറുണ്ട്. ഒരു സിംഗിൾ ബ്രാൻഡ് നെയിമിൽ കുറേ പ്രൊഡക്ട്സുകൾ കൊടുക്കുന്നതിനാണ് ബ്ലാങ്കറ്റ് ഫാമിലി ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ സാംസങ്, LG, സോണി ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് ആണ്. അവർ ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾ ഒരു ഫാമിലി നെയിമിന്റെ അണ്ടറിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ വി-ഗാർഡിന്റെ തന്നെയാണ് V-സ്റ്റാർ, വണ്ടർല ഇവയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ഫാമിലിയുടെ അണ്ടറിൽ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രൈസിങ് ഓഫ് എ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രൈസിങ് എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പ്രൈസ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസിന് കൊടുക്കും. പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചായിരിക്കും അവരുടെ സെയിൽസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടായിരിക്കുക. Generally, pricing എന്ന് പറയുന്നത് done after considering the factors like cost of production, demand, product competition ഒക്കെ നോക്കിയിട്ടായിരിക്കും generally pricing ചെയ്യുന്നത്. Then customer support സർവീസുകൾ. എപ്പോഴും ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡൗട്ട്സുകൾ വരാം. അപ്പോൾ അതിന് കസ്റ്റമർ സപ്പോർട്ട് സർവീസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷൻ ആണ് നല്ല കസ്റ്റമർ സപ്പോർട്ട് സർവീസുകൾ കൊടുക്കുക എന്നുള്ളത്. There are after-sale services handling customer complaints, maintenance services, technical services, and customer informations. എല്ലാ സർവീസസും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കസ്റ്റമേഴ്സിന് കൊടുക്കും. നെക്സ്റ്റ് വൺ ആണ് പ്രൊമോഷൻ. പ്രൊമോഷൻ റെഫേഴ്സ് ചെയ്യുന്നത് യൂസ് ഓഫ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ടു ഇൻഫോം ആൻഡ് പെർസ്യൂഡ് കസ്റ്റമേഴ്സ് അബൌട്ട് ദ ഫേംസ് പ്രൊഡക്ട്സ്. പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കസ്റ്റമേഴ്സും കൃത്യമായിട്ട് ഓരോ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ പെർസ്യൂ ചെയ്ത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയിക്കുക. ഇതിനകത്ത് അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെൽഫ് പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ ആണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്നും പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിക്കുക. അതിനാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫിസിക്കലി ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. Two major decision areas ആണ് ഈ ഒരു ഫംഗ്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഡിസിഷൻസ് റിഗാർഡിംഗ് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് പ്രോഡക്റ്റ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ. അത് സിമ്പിൾ അല്ലേ. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. പ്ലേസ് യൂട്ടിലിറ്റി ഏറ്റവും കൂടുതൽ നടക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൈസ് യൂട്ടിലിറ്റിനെയാണ്. ഒരു പ്രോഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്താലും അത് പ്രോഡക്റ്റ് ഉള്ള കസ്റ്റമറുള്ളടത്ത് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. റെയിൽ, വാട്ടർ, എയർ, റോഡിൽ കൂടി നമുക്ക് എത്തിക്കാൻ പറ്റും. ജനറലി ദിസ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ സെലക്ട് ചെയ്യുന്നത് ഓരോ ഫാക്ടേഴ്സ് ലൈക്ക് എത്ര സ്പീഡിൽ എത്തിക്കണം, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യണം, സേഫ്റ്റി എത്രത്തോളം ആണോ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണ് വേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് എത്തിക്കേണ്ടതാണെങ്കിൽ നമുക്കിപ്പം ബൈ റോഡൊക്കെ വരണമെങ്കിൽ 2-3 days വേണമെങ്കിൽ നമുക്ക് ട്രെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 1 day നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ വാട്ടർ ത്രൂ ആണെങ്കിൽ കുറച്ചും കൂടെ വേഗം എത്തിക്കാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് വേണ്ട രീതിയിലാണ് പ്രൊഡക്ഷൻ്റെ എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഏത് ട്രാൻസ്പോർട്ടേഷൻ വേണമെന്ന് തീരുമാനിക്കുന്നത്.
നെക്സ്റ്റ് വൺ ആണ് സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ്. സ്റ്റോറേജ് റെഫർ ചെയ്തിരിക്കുന്നത് which is holding and preserving goods until the buyer's demand. എപ്പോഴാണോ ബയേഴ്സിന് വേണ്ടത് അപ്പോഴല്ലേ നമ്മൾ പ്രോഡക്റ്റ്സ് കൊടുക്കേണ്ടത്. സോ അതുവരെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വെയർ ഹൗസസ്. ഇത് എപ്പോഴും ടൈമിന്റെ ഹിൻഡ്രൻസസ് ഒഴിവാക്കുന്നത് ഇത്തരത്തിലുള്ള ടൈം യൂട്ടിലിറ്റിനെ ഒഴിവാക്കുന്നത് ഇത്തരത്തിലുള്ള സ്റ്റോറേജ് ആൻഡ് വെയർ ഹൗസിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ്. സ്റ്റോറേജ് ഫെസിലിറ്റീസ് എപ്പോഴും ബൾക്കായിട്ടുള്ള പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സഹായിക്കും. നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വെച്ചാലും ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആൾക്കാരിലേക്ക് കൺസംഷൻ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു ഇയറിൽ മുഴുവൻ അങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പോൾ കൊട നമുക്കത് സീസണലായിട്ട് വേണ്ട സാധനമാണ്. അപ്പം നമുക്ക് കുറെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെയർ ഹൗസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസ് സ്റ്റേബിലൈസ് ചെയ്യുന്ന സമയത്ത് കമ്മോഡിറ്റിക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. ഇത് എപ്പോഴും ഫിനാൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയും കൂടെ അസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നാണ്.